ചരിത്രം എന്നുള്ളത് ഒരാൾ രൂപപ്പെടുത്തുന്നതല്ല, അത് താനേ രൂപപ്പെടുന്നതാണ്. അതായത് ഒരു നാട്ടിലെയോ ഒരു രാജ്യത്തെയോ കാലാവസ്ഥയും ആ രാജ്യത്തെ ജനങ്ങളും സർവ്വചരാചരങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ പരിണാമവും വികാസവും അവയുടെ സംസ്കാരങ്ങളും ഓരോ പടവിലും ഒരണു പോലും ചോർന്നു പോകാതെ നേർസാക്ഷ്യമായി രൂപപ്പെടുന്ന ഒന്നാണ് ചരിത്രം. അതിനാൽ തന്നെ ചരിത്രത്തിലെ ഒരക്ഷരം മാറ്റി വാചകങ്ങളെ മാറ്റിക്കൊണ്ടോ ഒരക്കം മാച്ച് കണക്കുകളെ തിരുത്തിക്കൊണ്ടോ യഥാർത്ഥ ചരിത്രത്തെ തിരുത്തി എഴുതാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഫാസിസം ഗുജറാത്തിനെ മോഡലായി അവതരിപ്പിച്ച് ഇന്ത്യ കുതിക്കാൻ പോകുന്നു എന്ന് പറയുകയും ഗുജറാത്തിനെ നയിച്ചവരാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ ഗുജറാത്ത് എന്ന് നമുക്ക് ഒരു ഉത്കണ്ഠയായിരുന്നു. എന്നാൽ EMS ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മലയാളികൾ ഉൾപ്പെടെ മുഴുവൻ മനുഷ്യരും എന്താണ് ശരീഅത്ത് എന്ന് കൃത്യമായി പഠിച്ചതുപോലെ പൃഥ്വിരാജും മോഹൻലാലും ഉൾപ്പെടെയുള്ള സിനിമാ കൂട്ടുകെട്ട് എമ്പുരാൻ എന്നുള്ള സിനിമയെ അവതരിപ്പിച്ചപ്പോൾ എന്താണ് യഥാർത്ഥ ഗുജറാത്ത് എന്നും ഗുജറാത്തിൽ എന്താണ് നടന്നത് എന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമായി